എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണപ്രിയയുടെ ഈ അനുഭവം ഉണ്ടല്ലോ, അവസാന ഭാഗം എത്തുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും കേൾക്കണം. എല്ലാവരിലേക്ക് എത്തിക്കുകയും വേണം കേട്ടോ. നല്ല വെള്ള പേപ്പറിൽ നല്ല നല്ല ഭംഗിയായിട്ടുള്ള കൈയക്ഷരമാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. എന്താ കഥ? എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്. ഞാൻ എഴുതിയാൽ എനിക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല കൈയക്ഷരമുള്ളവരോട് ചെറിയൊരു അസൂയയുണ്ട് എനിക്ക്. കണ്ണനും ഓടക്കുഴലും. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം ശ്രീകാന്ത് സാർ. തിരുവനന്തപുരത്ത് നിന്നും കൃഷ്ണപ്രിയയാണ് ഈ കൃഷ്ണാനുഭവം എഴുതുന്നത്. 2026 ജൂണിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവമാണ് ചുവടെ ചേർക്കുന്നത്. എൻ്റെ കുടുംബം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. എൻ്റെ അമ്മയും അച്ഛനും സഹോദരനും വലിയ കൃഷ്ണഭക്തരാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനും കൃഷ്ണനെയാണ് ആരാധിക്കുന്നത്. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് അമ്പലത്തിൽ ഞാൻ നിർബന്ധിക്കുമ്പോൾ മാത്രം കൂടെ വരുന്ന വ്യക്തിയായിരുന്നു. പൂജാമുറിയിൽ കയറുന്നതും തൊഴുന്നതും ഒന്നും ശീലമില്ലാത്ത ഒരാൾ. 2024 എനിക്കൊരു അസുഖം വന്നു. കുടുംബം ആകെ തകർന്ന ഒരു സമയമായിരുന്നു അത്. ഞാൻ എൻ്റെ കണ്ണനെ മുറുകെ പിടിച്ചു. കണ്ണൻ എന്നെയും മുറുകെ പിടിച്ചു കേട്ടോ. ഇതിനിടയിൽ ഹസ്ബൻഡ് പൊന്നുഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തനായി. അദ്ദേഹം ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജാമുറിയിൽ കണ്ണന് മുന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണൻ ഒരാളെ തൻ്റെ അടുത്തേക്ക് ആകർഷിക്കുമ്പോൾ അയാൾക്ക് ചുറ്റുള്ളവരെയും അദ്ദേഹം തൻ്റെ മാസ്മരിക വലയത്തിലാക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ഏപ്രിൽ 2025 നമ്മൾ കുടുംബസമേതം ഗുരുവായൂരിൽ പോയി. അന്നത്തെ ഗുരുവായൂർ യാത്രയിലും കുറേ കൃഷ്ണാനുഭവങ്ങളുണ്ടായി. അത് ഞാൻ അടുത്ത തവണ എഴുതാം സാർ. ഇപ്രാവശ്യം കണ്ണനെ കാണാൻ നമുക്ക് ജൂൺ 25 ഗുരുവായൂരിൽ പോകാമെന്ന് തീരുമാനിച്ചു. പോകുന്നതിന് 2 ആഴ്ച മുമ്പ് ചേട്ടൻ പറഞ്ഞു, നമുക്ക് കണ്ണന് വേണ്ടി ഒരു വലിയ ഓടക്കുഴൽ കൊണ്ടുപോകാമെന്ന്. പോകുന്നതിന് ഒരാഴ്ച മുമ്പേ ഒരു കടയിൽ പോയി വലിയ ഓടക്കുഴൽ ചോദിച്ചു. അവരവരുടെ കൈവശം ഉണ്ടായിരുന്ന 4 ഓടക്കുഴലുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൽ നിന്നും നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ചേട്ടൻ കടക്കാരനോട് ചോദിച്ചു, ഓടക്കുഴലിൻ്റെ തിളക്കം ഇനിയും കൂട്ടാൻ പറ്റുമെന്ന്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇത് തന്നെയാണ് വെള്ളിയുടെ തിളക്കമെന്ന്. ചേട്ടന് ഓടക്കുഴലിൻ്റെ തിളക്കത്തിൽ തൃപ്തി വരാഞ്ഞതുപോലെ എനിക്ക് തോന്നി. കടക്കാരൻ ആ ഓടക്കുഴലിനെ നല്ലപോലെ തുടച്ചു മിനുക്കി തന്നു. അങ്ങനെ കണ്ണൻ്റെ ഓടക്കുഴലുമായി ജൂൺ 25 രാവിലെ ഞാനും ഹസ്ബൻഡും മോളും തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടു. അന്ന് വൈകുന്നേരം 4:30 ഞങ്ങൾ ഗുരുവായൂരിലെത്തി. അന്ന് ഒരു ഏകാദശി ദിവസമായിരുന്നു. അന്നത്തെ ശിവേലിയൊക്കെ തൊഴുത് നട അടയ്ക്കുന്നത് വരെ ഞങ്ങൾ അമ്പലത്തിലുണ്ടായിരുന്നു. അടുത്ത ദിവസം ജൂൺ 26 രാവിലെ കണ്ണൻ്റെ ഓടക്കുഴലുമായി ഞങ്ങൾ അമ്പലത്തിലേക്ക് തിരിച്ചു. കണ്ണനെ ഓടക്കുഴൽ ചാർത്തി കാണാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെ 9 മണിക്ക് അമ്പലത്തിലെത്തി. മേൽശാന്തിയെയോ ഓദിക്കനെയോ ഓടക്കുഴൽ ഏൽപ്പിച്ചാൽ അവരത് കണ്ണനെ ചാർത്തി കാണിച്ചു തരും എന്ന് ഗുരുവായൂരിൽ നമുക്ക് പരിചയമുള്ള ഒരു സാറ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം നെയ്വിളക്ക് ഷീട്ടാക്കി ശ്രീകോവിലിൻ്റെ അകത്ത് കയറി. തിക്കിലും തിരക്കിലും പെട്ട് കണ്ണനെ കണ്ടു തൊഴുതു. പിന്നെ മേൽശാന്തിയെ തിരക്കി അനന്തശയനത്തിൻ്റെ അടുത്തെത്തി. അവിടെ അപ്പോൾ 2 പേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മേൽശാന്തി ഉണ്ടായിരുന്നില്ല. അതിലൊരാളോട് ഓടക്കുഴൽ കാണിച്ചിട്ട് ഇത് കണ്ണനെ ചാർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ നിന്നും ഓടക്കുഴൽ വാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഓദിക്കനെ ഏൽപ്പിച്ചു. ഓദിക്കൻ ഓടക്കുഴലുമായി ശ്രീകോവിലേക്ക് നടന്നു. പിന്നാലെ ഞങ്ങൾ സോപാനത്തിൽ നിന്നും കണ്ണനെ നോക്കി തൊഴുതു നിന്നു. അപ്പോൾ ഓദിക്കൻ കണ്ണൻ്റെ കയ്യിൽ ഓടക്കുഴൽ ചാർത്തി കാണിച്ചു തന്നു. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ആ ഓടക്കുഴൽ നന്നായി തിളങ്ങുന്നത് ഞാൻ കണ്ടു. അങ്ങനെ തൊഴുതു നിൽക്കുമ്പോൾ ഓദിക്കൻ കണ്ണൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ കൊണ്ടുവന്ന ഓടക്കുഴൽ എടുക്കുകയും മറ്റൊരു ഓടക്കുഴൽ കണ്ണൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതും കണ്ടു. ഓദിക്കൻ ഓടക്കുഴലുമായി തിരിച്ച് അനന്തശയനത്തിൻ്റെ അവിടെ വന്നിരുന്നു. അദ്ദേഹം ഓടക്കുഴലിനെ സസൂക്ഷ്മം തിരിച്ചും മറിച്ചും നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഇനി ഓടക്കുഴലിൽ എന്തെങ്കിലും പിശകുണ്ടോ എന്ന് തോന്നി. ആ സമയം തന്നെ ഓദിക്കൻ ചേട്ടനെ കൈകാട്ടി തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഞങ്ങൾ 3 പേരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, എനിക്കിത് നിങ്ങളോട് പറയാമോ എന്നറിയില്ല, പക്ഷേ പറയാതിരിക്കാനും വയ്യ. ഇതും കൂടെ കേട്ടപ്പോൾ എൻ്റെ ആശങ്ക ഇരട്ടിച്ചു. അദ്ദേഹം തുടർന്നു, സാധാരണ എല്ലാ അലങ്കാരങ്ങളും കണ്ണന് ചാർത്തി കഴിഞ്ഞിട്ടാണ് നട തുറക്കുന്നത്. പക്ഷേ ഇന്ന് കണ്ണന് കയ്യിൽ ഓടക്കുഴൽ ചാർത്താൻ മറന്നെന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ തന്ന ഓടക്കുഴൽ ചാർത്താൻ പോയപ്പോഴാണ് അറിഞ്ഞത്. കണ്ണൻ നിങ്ങളുടെ ഓടക്കുഴലിനെ കാത്തിരുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭൂതി എഴുതി അറിയിക്കാൻ പറ്റില്ല സാർ. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിൽ പരം എന്ത് പുണ്യമാണ് പൊന്നു ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് വേണ്ടത്. ഒരിക്കൽ അവിശ്വാസിയായിരുന്ന ഒരാൾ തനിക്ക് ഓടക്കുഴൽ കൊണ്ടുവരുന്നതും കാത്ത് പൊന്നുണ്ണി നിന്നു എന്നോർക്കുമ്പോൾ എന്ത് മുൻജന്മ സുഹൃതാണ് കണ്ണ അദ്ദേഹം ചെയ്തത്. കണ്ണന് മുന്നിൽ കോടാനുകോടി പ്രണാമം. ഈ അനുഭവം എഴുതാൻ വൈകിയതിൽ പൊന്നു ഗുരുവായൂരപ്പനോട് ഞങ്ങളുടെ ക്ഷമാപണം. ഈ അനുഭവം വായിച്ച് ശ്രീകാന്ത് സാറിനും കുടുംബത്തിനും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുണ്ടാവട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. രാധേശ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇവർ കൊടുത്ത ഓടക്കുഴൽ ചാർത്താൻ പോയപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് സാധാരണ ചാർത്തുന്ന ഓടക്കുഴൽ താഴെയാണുള്ളത്. അപ്പോൾ ഇവർ ചാർത്തിയ ഓടക്കുഴൽ മാറ്റി പിന്നീട് അദ്ദേഹം അത് ചാർത്തുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവർ ആ ഓടക്കുഴൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ അലങ്കാരത്തിൽ ഓടക്കുഴൽ അവിടെ ഉണ്ടാവില്ലായിരുന്നു. എന്തൊക്കെയാണ് മായകളല്ലേ! സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ട് മാറാൻ ഇത്തരം അനുഭവങ്ങളല്ലേ നമ്മളെ സഹായിക്കുന്നത്. ഇതിൽ പരം എന്ത് വേണം? ഗുരുവായൂർ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഇതൊരു വല്ലാത്തൊരു മിറക്കിൾ അനുഭവം തന്നെയാണ്. എന്താ പറയേണ്ടത് എന്നറിയില്ല. ഒന്നും പറയാനില്ല. ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ജോയിനായിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക കേട്ടോ. ഇല്ലെങ്കിൽ വായിക്കാൻ ഒരു 4 മാസം വരെയൊക്കെ എടുത്തേക്കാം. ഹരേ കൃഷ്ണ. ഈ മനോഹരമായ അനുഭവം കൃഷ്ണപ്രിയയ്ക്ക് നന്ദി പറയാണ്. കൃഷ്ണപ്രിയയ്ക്ക് നന്ദി പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം വായിക്കാൻ പറ്റുമോ എന്ന് പറയുന്നതൊരു സന്തോഷമല്ലേ. എന്താ കഥ. ഹരേ കൃഷ്ണ. പിന്നെ ഹസ്ബൻഡിനോടും മക്കളോടും മകളോടും ഫാമിലിയിലുള്ള എല്ലാവരോടും അന്വേഷണം പറയുന്നു. വേറെ എന്താ വിശേഷം? വേറെ ഒന്നുമില്ല.